പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 8 ചാപ്റ്റർ 1 പെർഫെക്റ്റ് ക്യൂബ്സ് ആൻഡ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്നുള്ള പോർഷനാണ്. ഇതിന് മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചാപ്റ്റർ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഹാവ് എ റോൾ ടു പ്ലേ വിത്ത് എ ക്യൂബ്സ് ടു ലുക്ക് അറ്റ് ദ ഫോളോയിങ് പാറ്റേൺ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ കേസിൽ നമ്മൾ കണ്ടായിരുന്നു, സക്സസീവ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കിട്ടുമെന്ന് നമ്മൾ കണ്ടു അല്ലേ. അതേപോലെ തന്നെ ഒരു ഓഡ് നമ്പേഴ്സിന് ക്യൂബ്സിലും ഒരു റോളുണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എവിടെ നോക്കിയേ, 1 = അതായത് ആദ്യത്തെ ഓഡ് നമ്പറായ 1 എന്ത് തന്നെയാണ്, 1 ക്യൂബ് തന്നെയാണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്, 1, 3, 5, 7, 9, 11, 13, 15, 17 ഇങ്ങനെ പോകുന്നതാണ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ആദ്യത്തെ 1 നമ്മൾ അതേപോലെ തന്നെ എടുത്തു, ദാറ്റ് ഈസ് 1 ക്യൂബ്. ഇനി അടുത്ത രണ്ട് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, അതായത് 3 + 5. 3 + 5 ഈസ് 8. 8 എന്ന് പറയുന്നത് എന്താണ്, 2 ക്യൂബാണ് 8 എന്ന് പറയുന്നത്. ഇനി അടുത്തത് 7, 9, 11. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഓഡ് നമ്പറാണ് എടുത്തത്. അടുത്ത രണ്ട് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എടുത്തു, 3ഉം 5ഉം, ദാറ്റ് ഈസ് 2 ക്യൂബ്. അടുത്ത 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് 7, 9, 11. 7 + 9 + 11 ഈസ് 27. 27 എന്ന് പറയുന്നത് 3 ക്യൂബാണ്. ഇനി അടുത്ത ബാക്കിയുള്ള 4 ഓഡ് നമ്പേഴ്സ്, 17 കഴിഞ്ഞിട്ട് 19 ആണ്. അപ്പോൾ ഈ 4 ഓഡ് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 64 കിട്ടും. 64 എന്ന് പറയുന്നത് 4 ക്യൂബാണ്. ഇനി 19 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അടുത്ത 5 ഓഡ് നമ്പേഴ്സ്, അപ്പോൾ 21, 23, 25, 27, 29 ഈ 5 ഓഡ് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്താൽ 125 കിട്ടും. 125 എന്ന് പറയുന്നത് 5 ക്യൂബാണ്. ഇനി 29 കഴിഞ്ഞിട്ട് 31, 33, 35, 37, 39, 41 അടുത്ത 6 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 216 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 6 ക്യൂബ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യത്തേത് ഒരു ഓഡ് നമ്പറേ ഉള്ളായിരുന്നു. അടുത്തതിൽ 3ഉം 5ഉം 2 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അടുത്തതിൽ 3 ഓഡ് നമ്പേഴ്സാണ് ആഡ് ചെയ്തത്. അടുത്തതിൽ 4 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തു. അടുത്ത കോൺസിക്യൂട്ടീവായിട്ടുള്ള 5 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തു. അടുത്തതിൽ കോൺസിക്യൂട്ടീവായിട്ടുള്ള 6 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തു. അപ്പോൾ നോക്കിയാൽ 1 ആഡ് ചെയ്തപ്പോൾ 1 ക്യൂബ്, 2 ആഡ് ചെയ്തപ്പോൾ 2 ക്യൂബ്, 3 ആഡ് ചെയ്തപ്പോൾ 3 ക്യൂബ്, 4 ആഡ് ചെയ്തപ്പോൾ 4 ക്യൂബ്. കണ്ടോ? അപ്പോൾ എത്ര ഓഡ് നമ്പേഴ്സ് കോൺസിക്യൂട്ടീവായിട്ടുള്ള ഓഡ് നമ്പേഴ്സ് ആണോ ആഡ് ചെയ്യുന്നത്, അതിൻ്റെ ക്യൂബായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നോക്കിയാൽ ലേറ്റർ ഇൻ ദി സീരീസ് വി ഗെറ്റ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഇനി നമുക്കിവിടെ 91 തൊട്ടുള്ള കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. 91, 93, 95, 97, 99, 101, 103, 105, 107, 109 വരെ എത്ര എണ്ണമുണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 ഉണ്ട്. ക്യാൻ യു ടെൽ വാട്ട് ഈസ് ദ സം ഈസ് വിത്തൗട്ട് ഡൂയിങ് ദ കാൽക്കുലേഷൻ ചെയ്യാതെ ഇതിൻ്റെ സം എത്രയായിരിക്കും എന്ന് പറയാമോ? സിമ്പിളായിട്ട് പറയാം. മുകളിൽ നമ്മൾ കണ്ടു എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ ക്യൂബാണ്. ഇവിടെ 10 ഓഡ് നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ ഇവിടെ 10 ക്യൂബാണ്. 10 ക്യൂബ് ഈസ് 1000. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1000 ആയിരിക്കും. മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. ഇനി അടുത്തത് ക്യൂബ് റൂട്ട്സ്. അപ്പോൾ നമുക്കറിയാം 8 എന്ന് വെച്ചാൽ 2 ക്യൂബാണ് എന്നറിയാം അല്ലേ. നമ്മൾ മുകളിലൊക്കെ കണ്ടു 8 എന്ന് പറയുന്നത് 2 ക്യൂബാണ്. അപ്പോൾ ഈ 2വിനെ നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ടിൻ്റെ കേസിലും ഇത് തന്നെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ 8 എന്ന് പറയുന്നത് 2 ക്യൂബാണ്. ഈ 2വിനെ നമ്മൾ എന്ത് വിളിക്കും, ദ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് നമ്മൾ വിളിക്കും. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് 2 = ക്യൂബ് റൂട്ട് 8. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ
റൂട്ടെന്ന് വരയ്ക്കത്തേ ഉള്ളൂ, അകത്ത് 2 എഴുതത്തില്ല കേട്ടോ. എഴുതിയാലും കുഴപ്പമില്ല, നമ്മൾ സാധാരണ എഴുതാറില്ല. അപ്പോൾ സ്ക്വയർ റൂട്ടിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റൂട്ട് വരയ്ക്കത്തേ ഉള്ളൂ. ക്യൂബ് റൂട്ടെന്ന് പറയുമ്പോൾ റൂട്ടിന് വെളിയിൽ ഇവിടെ നമ്മൾ 3 എഴുതി കൊടുക്കും. ഓക്കെ, ഇതാണ് ക്യൂബ് റൂട്ട് 8. അപ്പോൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യൂബ് റൂട്ട് 8. ദാറ്റ് മീൻസ് 2 ഈസ് ദ ക്യൂബ് റൂട്ട് ഓഫ് 8. നമുക്കിങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ജനറലി പറഞ്ഞാൽ നമുക്ക് എന്തു പറയാം? 8നെ ഞാനിവിടെ അങ്ങ് y ആയിട്ട് എടുക്കുന്നു, 2വിനെ x ആയിട്ടും എടുക്കുന്നു. അപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇഫ് y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്, അപ്പോൾ മുകളിൽ പറഞ്ഞു 8 ഈസ് ഈക്വൽ ടു 2 ക്യൂബ് ആണെങ്കിൽ 2 ഈസ് ദ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞു. ഇവിടെയോ ഇഫ് y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ദെൻ x ഈസ് ദ ക്യൂബ് റൂട്ട് ഓഫ് y. ഇല്ലേ, എക്സിനെ നമുക്ക് വൈയുടെ ക്യൂബ് റൂട്ട് ആണ് എന്ന് പറയാം. ദിസ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് വൈ. ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം ഇല്ലേ. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ ക്യൂബ് റൂട്ട് 8 ഈസ് ഈക്വൽ ടു 2, അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് 8 എന്ന് പറയുന്നത് എന്താണ്? 2 ക്യൂബാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ക്യൂബ് റൂട്ട് 2 ക്യൂബ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ക്യൂബ് റൂട്ട് വൈ എന്ന് എഴുതാം. ഇനി നോക്കിയേ, സിമിലർലി ക്യൂബ് റൂട്ട് 27 എന്ന് പറയുന്നത് എന്താണ്? 3 ക്യൂബാണ്. അപ്പോൾ ക്യൂബ് റൂട്ട് 27 എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ ക്യൂബ് റൂട്ട് 1000, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1000 എന്ന് പറയുന്നത് എന്താണ്? 10 ക്യൂബാണ്. അപ്പോൾ ക്യൂബ് റൂട്ട് 10 ക്യൂബ്, ദാറ്റ് ഈസ് 10 എന്ന് നമുക്ക് പറയാം. അങ്ങനെ ജനറലി പറഞ്ഞാൽ നമുക്ക് എന്തു പറയാം? ക്യൂബ് റൂട്ട് n ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? n ആയിരിക്കും. ക്യൂബ് റൂട്ട് n ക്യൂബ് എന്ന് പറയുന്നത് n ആയിരിക്കും. ലെറ്റ് us check if 3375 is a perfect cube. അപ്പോൾ 3375 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്തേ? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുമായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാത്തിനും പെയർ ഉണ്ടെങ്കിൽ അതെന്തായിരുന്നു? പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നു. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ 3375നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ചെയ്താൽ 1 1 3 2s are 6, 7 minus 6 is 1. ഇവിടെ 15 ആവും. 5 3s are 15. Again 3 3s are 9. 11 minus 9 is 2. ഇവിടെ 22 ആവും. 7 3s are 21. 22 minus 21 is 1. ഇവിടെ 15 ആയി. 5 3s are 15. Again 3 1 3 2s are 6. 7 minus 6 is 1. 15. 5 3s are 15. അടുത്തത് 5 കൊണ്ടേ പറ്റത്തുള്ളൂ. 5 2s are 10. 12 minus 10 is 2. ഇവിടെ 25 ആയി. 5 5s are 25. 5 5 5 1. അപ്പോൾ 3375നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ 3 × 3 × 3 × 5 × 5 × 5. അതാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഉണ്ട്, ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കിട്ടിയതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ 3യും ഓരോ 5ഉം എടുത്ത് ഓരോ പെയറായിട്ട് എഴുതുന്നു. ഒരു 3 ഒരു 5ഉം കൂടെ ഒരു പെയറായിട്ട് എഴുതി, അടുത്ത 3യും അടുത്ത 5ഉം കൂടെ ഒരു പെയറായിട്ട് എഴുതി, അടുത്ത 3യും അടുത്ത 5ഉം കൂടെ ഒരു പെയറായിട്ട് എഴുതി. അപ്പോൾ 3 × 5ൻ്റെ 3 ഗ്രൂപ്പുകൾ ഇവിടെയുണ്ട്. അതായത് 3 × 5 3 ടൈംസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? 3 × 5 ക്യൂബ് എന്നെഴുതാം. ദാറ്റ് ഈസ് 15 ക്യൂബ്. അപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഫാക്ടേഴ്സും 3 ടൈംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പെർഫെക്റ്റ് ക്യൂബാണ് എന്ന് പറയാം. ഇതേപോലെ 3 × 5ൻ്റെ 3 ഗ്രൂപ്പുകളായിട്ട് എടുത്തിട്ട് എഴുതാം. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടെ 3 3യും കൂടെ ഒരുമിച്ച് എഴുതുന്നു, 3 5കളും കൂടെ ഒരുമിച്ച് എഴുതുന്നു. അപ്പോൾ 3375 എന്ന് പറയുന്നത് നമുക്കിങ്ങനെയാണ് കിട്ടിയത്. അതായത് 3 ക്യൂബ് × 5 ക്യൂബ് എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ റൂട്ട് 3375 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ 3 3യിൽ നിന്ന് ഒരു 3 എടുക്കും, ഈ 3 5ൽ നിന്ന് ഒരു 5 വെളിയിലെടുക്കും. എന്ത് കിട്ടി?
15 എന്ന് കിട്ടി. റൂട്ട് 3375 എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. ഈ രണ്ട് മെത്തേഡിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് 3 ക്യൂബ്, ഇതെന്ന് പറയുന്നത് 5 ക്യൂബ്. ദിസ് മീൻസ് ക്യൂബ് റൂട്ട് 3375, സ്ക്വയർ റൂട്ട് അല്ല, ക്യൂബ് റൂട്ടാണ് കേട്ടോ. ക്യൂബ് റൂട്ട് 3375 എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഈസ് 500 എ പെർഫെക്റ്റ് ക്യൂബ്. 500 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ? എങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം? 500നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ 500നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 × 2 × 5 × 5 × 5 എന്ന് കിട്ടി. ഇവിടെ നോക്കിയേ 5 3 ടൈംസ് ഉണ്ട്, എന്നാൽ 2 എന്തില്ല? 3 ടൈംസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം? 500 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. 3 ഐഡൻറ്റിക്കൽ ഗ്രൂപ്പായിട്ട് ഇതിനെ നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് 500 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. അടുത്തത് ഒരു നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനും ആ നമ്പറിൻ്റെ ക്യൂബിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് വൺ 4. 4ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താ വരുന്നത്? 2 × 2 ആണ് വരുന്നത്. അപ്പോൾ ഈ 4ൻ്റെ ക്യൂബിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ത് വരും? അതായത് 4 ക്യൂബിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ത് വരും? 2 ക്യൂബ് × 2 ക്യൂബ് എന്ന് വരും. കണ്ടോ? 2 ക്യൂബ് × 2 ക്യൂബ്. അപ്പോൾ ഇവിടെ 2 × 2 എത്ര ടൈംസ് വരും? 3 ടൈംസ് വരും. അതായത് 2 × 2, 2 × 2, 2 × 2. അതിലെ ആദ്യത്തെ 3 2ഉം അടുത്ത 3 2ഉം കൂടെ എടുത്ത് നമ്മൾ 2 ക്യൂബ് × 2 ക്യൂബ് എന്നാക്കുന്നു. ഇനി അടുത്തത് 6ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 × 3 ആണ്. അപ്പോൾ 6 ക്യൂബിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ത് വരും? 2ഉം 3 ടൈംസ് വരും, 3ഉം 3 ടൈംസ് വരും അല്ലേ? അപ്പോൾ എന്ത് വരും? 2 ക്യൂബ് × 3 ക്യൂബ് എന്ന് വരും. കണ്ടോ? 2 ക്യൂബ് × 3 ക്യൂബ്, അതാണ് 6 ക്യൂബ് എന്ന് പറയുന്നത്. ഇനി 15ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഈസ് 3 × 5. അപ്പോൾ 15 ക്യൂബിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ത് വരും? 3 ക്യൂബ് × 5 ക്യൂബ് എന്ന് വരും. കണ്ടല്ലോ? 3 ക്യൂബ് × 5 ക്യൂബ് എന്ന് വരും. അതായത് ഇതിന് 3 ടൈംസ് 15 എന്ന് പറയുന്നത് 3 × 5 ആണ്. അപ്പോൾ 15 ക്യൂബ് എന്ന് പറയുന്നത് 3 × 5 × 3 × 5 × 3 × 5. അതിൽ 3 എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നു, 5 എല്ലാം കൂടി ഒരുമിച്ച് എഴുതുന്നു. അപ്പോൾ 3 ക്യൂബ് × 5 ക്യൂബ് എന്ന് കിട്ടും. ഇനി അടുത്തത് 12ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2 × 2 × 3 ആണ്. അപ്പോൾ 12 ക്യൂബിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്തായിരിക്കും? ഓരോ ഫാക്ടേഴ്സും 3 ടൈംസ് വരും. അതായത് 2 ക്യൂബ് × 2 ക്യൂബ് × 3 ക്യൂബ് ഇങ്ങനെ വരും. ഇതാ കണ്ടോ? 2 ക്യൂബ് × 2 ക്യൂബ് × 3 ക്യൂബ് എന്ന് വരും. ഒബ്സർവ് ദാറ്റ് ഈച്ച് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ അപ്പിയേഴ്സ് 3 ടൈംസ് ഇൻ ദി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ഇറ്റ്സ് ക്യൂബ്. അപ്പോൾ ഒരു നമ്പറിൻ്റെ ഓരോ പ്രൈം ഫാക്ടേഴ്സും അതിൻ്റെ ക്യൂബിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ 3 ടൈംസ് അപ്പിയർ ആകുന്നുണ്ട്. മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഇപ്പോൾ 6 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഓരോ പ്രൈം ഫാക്ടേഴ്സും അതിൻ്റെ ക്യൂബിൽ വരുമ്പം, അതായത് 6 ക്യൂബിൽ വരുമ്പം 3 ടൈംസ് അപ്പിയർ ആകുന്നുണ്ട്. അതായത് 2 3 ടൈംസ് അപ്പിയർ ആകുന്നുണ്ട്, 3ഉം 3 ടൈംസ് അപ്പിയർ ആകുന്നുണ്ട്. 6 എന്ന് പറയുന്നത് 2 × 3 ആണ്. അപ്പോൾ 6 ക്യൂബ് എന്ന് പറയുന്നത് 2 ക്യൂബ് × 3 ക്യൂബ് ആണ്. നോക്കിയാൽ ഫൈൻഡ് ദ ക്യൂബ് റൂട്ട്സ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സിൻ്റെ ക്യൂബ് റൂട്ട്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 64. അപ്പോൾ 64 എന്ന് പറയുന്നത് ഏതാണ്? 64 എന്ന് പറയുന്നത് 4 ക്യൂബാണ് അല്ലേ? അപ്പോൾ അത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാൻ അറിയത്തില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 64നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. അപ്പോൾ 32 2 കൊണ്ട് ചെയ്താൽ 16, again 2 8, again 2 4, again 2 2s are 4 1. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 64 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടി? 2 × 2 × 2 ×
2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ, അതായത് 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് എന്ന് കിട്ടി. 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ദാറ്റ് ഈസ് 4 ക്യൂബ് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 64നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ക്യൂബ് എന്ന് എഴുതാം. ക്യൂബ് റൂട്ട് ഓഫ് 4 ക്യൂബ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 4. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് ഈ 3 2വിൽ നിന്ന് ഒരു 2 വെളിയിലെടുക്കുക, അടുത്ത 3 2വിൽ നിന്ന് ഒരു 2 വെളിയിലെടുക്കുക. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ആ 4 നമുക്ക് ഇവിടെ എഴുതാം. ഇനി അടുത്തത് ക്യൂബ് റൂട്ട് ഓഫ് 512 512. 512ൻ്റെ ക്യൂബ് റൂട്ട് എന്ത് വരും? അപ്പോൾ ഇതും നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. അറിയാൻ വയ്യാത്തവർക്ക് 2 കൊണ്ട് ചെയ്യാം. 2 2s are 4, 5 minus 4 is 1, 11, 5 2s are 10, ഇവിടെ 12 ആകും. 6 2s are 12, again 2, 1 2 8. അതായത് 256നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതാണ് ഇവിടെ എഴുതുന്നത് കേട്ടോ. അഗെയിൻ 2, 6 2s are 12, 4 2s are 8, അഗെയിൻ 2, 3 2s are 6, 2 2s are 4, അഗെയിൻ 2, 1 6, അഗെയിൻ 2 8, again 2 4, again 2 2 2 1. അപ്പോൾ 512 എന്ന് പറയുന്നത് എന്താണ്? എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 7 8 9 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 3 എണ്ണം വെച്ചാണ് ക്യൂബിന് എടുക്കുന്നത്. ഇതാ ഇങ്ങനെ 3 എണ്ണം വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 512 എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഇത്രയും 2 നമുക്ക് കിട്ടും. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 512 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുന്ന് ഒരു 2 എടുക്കാം, ഇവിടുന്ന് ഒരു 2 എടുക്കാം, ഇവിടുന്ന് ഒരു 2 എടുക്കാം. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 2 2s are 4, 4 2s are 8. 8 ക്യൂബാണ് എന്ത്? 512 എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 ക്യൂബ് എന്ന് നമുക്ക് ഇതിനെ എഴുതാം. ക്യൂബ് റൂട്ട് ഓഫ് 512നെ നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് 8 ക്യൂബ് എന്ന് എഴുതാം. അതെന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. അപ്പം നേരത്തെ നമ്മൾ പഠിച്ചു ക്യൂബ് റൂട്ട് ഓഫ് n ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? n ആണ്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ആയിരിക്കും. ഇനി അടുത്തത് ക്യൂബ് റൂട്ട് ഓഫ് 729 നമുക്ക് ചെയ്ത് നോക്കാം. അടുത്തത് 729. 729നെ നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ഓഡ് നമ്പറാണ്. അപ്പോൾ അടുത്തത് 3 കൊണ്ട് നോക്കാം. 3 കൊണ്ട് പറ്റുമോ എന്നുള്ളത് ഡിവിസിബിലിറ്റി ടെസ്റ്റുകൾ ഞാൻ നേരത്തെ എൻ്റെ ചാനലിലുണ്ട്, ഡിവിസിബിലിറ്റി കേട്ടോ. ഓരോ നമ്പറിൻ്റെയും ഡിവിസിബിലിറ്റി അത് നിങ്ങൾ കണ്ടു നോക്കുക, അറിയാൻ വയ്യാത്തവർ. അപ്പോൾ 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. 9 + 2 11, 11 + 7 18. 18 3 വെച്ച് ഡിവിസിബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ 3 2s are 6, 7 - 6 is 1. ആ 1 ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ 12 ആകും. 4 3s are 12, 3 3s are 9, again 3, 8 3s are 24, ഇവിടെ 1, again 3, 3 2s are 6, 8 - 6 is 2, 21, 7 3s are 21, again 3, 9, again 3, 3 3s are 9, 3 1. അപ്പോൾ ഇവിടെ 3 3 വെച്ചുണ്ടല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു 3 എടുക്കാം, ഇവിടുന്ന് ഒരു 3 എടുക്കാം. അപ്പോൾ 3 × 3 9. അപ്പം ക്യൂബ് റൂട്ട് 729 എന്ന് പറയുന്നത് എന്താണ്? ക്യൂബ് റൂട്ട് 9 ക്യൂബാണ്. അതെന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം വെളിയിലെടുക്കുക, അടുത്ത 3ൽ നിന്ന് ഒരെണ്ണം വെളിയിലെടുക്കുക. അപ്പോൾ 3 × 3 9 കിട്ടും. 9 ക്യൂബാണ് 729 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി ബാക്കിയുള്ള പോർഷൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.